നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇന്നലെ ഞെട്ടിത്തരിച്ച് നിന്നുപോയ ഒരു കളിയാണ് സ്പെയിൻ വേഴ്സസ് കേപ്പ് വെർദെ. ഫിഫ റാങ്കിങ്ങിൽ 64ാമത് നിന്ന കേപ്പ് വെർദെ ഇത്തവണത്തെ വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവറിറ്റുകളായ സ്പെയിനിനെ അങ്ങ് പൂട്ടുന്ന കാഴ്ച. ആ പൂട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച് നാഷണൽ ഹീറോ എന്ന രൂപത്തിലേക്ക് മാറിയ ആളാണ് വോസീഞ്ഞ എന്ന അവരുടെ 40-കാരൻ ഗോൾ കീപ്പർ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വിചിത്രമാണ്. വോസീഞ്ഞ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി എന്നർത്ഥം. അങ്ങനൊരു പേര് അയാൾക്ക് എങ്ങനെ കിട്ടി? അയാളുടെ ഫുട്ബോൾ കരിയർ എങ്ങനെയാണ്? അയാളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കറിയേണ്ടതെല്ലാം നമ്മളൊന്ന് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വോസീഞ്ഞ 40ാം വയസ്സിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് സ്പെയിനിൻ്റെ വമ്പൻ താരങ്ങളുടെ എണ്ണം പറഞ്ഞ 7 ഷോട്ടുകൾ തടഞ്ഞിട്ടിട്ട് തൻ്റെ ടീമിനെ വിജയത്തോളം പോകുന്ന സമനിലയിലേക്ക് കൊണ്ടുപോയി നാഷണൽ ഹീറോയായി മാറിയവൻ. അയാൾ ആ കളിക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 50,000 മാത്രമാണ്. ഇപ്പോൾ അത് 5 മില്യണും കടന്ന് കുതിക്കുകയാണ്. ഫുട്ബോൾ ലോകം അയാളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. 40ാം വയസ്സിലാണിതെന്ന് ഓർക്കണം. പക്ഷെ കഥ തുടങ്ങുന്നത് 1986 ജൂൺ 3-നാണ്. യെസ്, വോസീഞ്ഞയുടെ കഥ. ബ്രസീലിനെ വല്ലാതെ സ്നേഹിക്കുന്ന വോസീഞ്ഞയുടെ കഥ. ബ്രസീലിയൻ താരത്തിൻ്റെ പേര് ഹോസിമർ എന്ന പേര്, അതാണ് വോസീഞ്ഞയുടെയും പേര്. പക്ഷേ വോസീഞ്ഞോ എന്ന പേര് പിന്നെ നിക്നെയിമായിട്ട് കിട്ടിയതാണ്, മുത്തശ്ശി എന്ന പേര്. ബ്രസീലിയൻ സോപ്പ് ഒപ്പേറയും ബ്രസീലിയൻ മ്യൂസിക്കും ബ്രസീലിയൻ സീരിയലുകളും നിരന്തരം കണ്ട് അതിൻ്റെ ആരാധകനായിട്ട് മുന്നോട്ട് പോകുന്ന വോസീഞ്ഞ. അതിനപ്പുറം റോബർട്ടോ കാർലോസിന് ഇഷ്ടപ്പെടുന്ന മുത്തശ്ശിയുടെ ചെറുമകൻ റൊണാൾഡോ ഫെനോമിനയെ ഇഷ്ടപ്പെടുന്ന വോസീഞ്ഞ. കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഐഡൽ ആരാന്നറിയോ? ബ്രസീലിയൻ ഇതിഹാസം റൊജേറോ സെനിയാണ്. വാവ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ നോക്കുകയാണ്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് വീഡിയോയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക, വേൾഡ് കപ്പിൻ്റെ ആവേശം പങ്കുവെക്കുക, ഇതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് 1986 ഈ കഥ ആരംഭിക്കുന്നത് എന്നാണല്ലോ. അദ്ദേഹം ജനിക്കുന്ന 1986 ജൂൺ 3-നാണ്. കേപ്പ് വെർദെ ഒരു ഐലൻഡ് സമൂഹമാണ്. സോ കേപ്പ് വെർദൻ ഐലൻഡായ സാവോ വിച്ചെൻ്റെയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടുത്തെ സോൾജിയറായിട്ടുള്ള കടുത്ത ഫുട്ബോൾ ആരാധകനായ സെപെഡ്രോക്ക് ഒരു മകൻ ജനിക്കുന്നു. ആ മകന് അന്ന് വേൾഡ് കപ്പ് നടക്കുന്ന സമയം വേൾഡ് കപ്പിൽ മുത്തമിട്ടത് അർജൻറ്റീനയാണ്. അർജൻറ്റീനയിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ പേരിടണം, ലോകജേതാവിൻ്റെ പേരിടണം എന്ന് വിചാരിച്ചുകൊണ്ട് അർജൻറ്റീൻ മുന്നേറ്റ നിരതാരം ഹോർഗെ വാൽദാനോയുടെ പേര് അദ്ദേഹത്തിനിട്ടു. വാൽദാനോ എന്ന് പേരിട്ടു. പക്ഷേ കേപ്പ് വെർദൻ അധികൃതർ ആ പേര് സ്വീകരിച്ചില്ല. അതിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് അദ്ദേഹം മകന് പേരിട്ടു ഹോസിമർ. വാവ്. കടുത്ത ബ്രസീലിൻ ആരാധകനാണ് സെപെഡ്രോ. അതുകൊണ്ട് മകന് പേരിട്ടത് ഹോസിമർ എന്നായി. ഹോസിമർ എന്ന് പറയുമ്പോൾ അന്നത്തെ ബ്രസീലിയൻ ടീമിലെ താരമാണ്. ബൂട്ടഫോഗയുടെ ഇതിഹാസ താരമായിരുന്ന കളിക്കാരൻ. 2 സ്പെക്ടാക്കുലർ ഗോളുകളാണ് ആ കോമ്പറ്റീഷനിൽ നേടിയിരുന്നത്, നോർത്തേൺ അയർലൻഡിനെതിരെയും പോളണ്ടിനെതിരെയും. അപ്പോൾ ആ പേരിട്ടു ഹോസിമർ ഹോസെ എവോറ ഡയസ്. അതാണ് പേര്. ആ പേരാണ് പിന്നെ വോസീഞ്ഞ എന്നായത്. വോസീഞ്ഞ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ പിതാവും എൻ്റെ ഗ്രാൻഡ് മദറും കടുത്ത ബ്രസീലിയൻ ആരാധകരായിരുന്നു. എൻ്റെ ഫാദർ ശരിക്കും ഹോസിമറിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ പേര് ഹോസിമർ എന്നായത്. ശരിക്കും പറഞ്ഞാൽ ആ പേരല്ല, പിന്നെ എൻ്റെ പേര് വോസീഞ്ഞ എന്നായി മാറിയതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ വളർന്നത് എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് മരിയ സെനോറിഞ്ഞ ഡോസ് സാൻറ്റോസും അതുപോലെ ബാനുവൽ ഡാ ലൂസ് മൊഴേസുമാണ് അദ്ദേഹത്തെ വളർത്തിയത്. അപ്പോൾ ഞാൻ വളർന്നത് എൻ്റെ നാട്ടിലെ തെരുവിൽ എന്നേക്കാൾ പ്രായം കൂടിയ കുട്ടികൾക്കൊപ്പം കളിച്ചിട്ടാണ്. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, അടിയുണ്ടാവും. ഞാനാണെങ്കിൽ കുറച്ച് റിബലുമാണ്. അപ്പോൾ അടി എനിക്ക് കിട്ടും, ഞാൻ തിരിച്ചും കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ട് എൻ്റെ മുഖമൊക്കെ ചുവന്നുകൊണ്ടാണ് പലപ്പോഴും വീട്ടിലേക്ക് എത്തുക. ഗ്രാൻഡ് പാരൻസിന് അത് കണ്ട് വലിയ സങ്കടമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കി പറയും, നീ വീട്ടിലേക്ക് പോയി നിൻ്റെ മുത്തശ്ശിയോട് ഈ പരാതി പറയാൻ വേണ്ടി പോകുന്നതല്ലടാ. അവരെന്നെ മുത്തശ്ശി എന്ന് വിളിക്കാൻ തുടങ്ങി. മുത്തശ്ശി വോസീഞ്ഞ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പേര് അന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ദേഷ്യമാണ്. ഞാനന്ന് അവരോട് അതിൻ്റെ പേരിൽ കലഹിക്കും. പക്ഷെ പിന്നീട് ആ പേര് മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പോൾ പിന്നെ അദ്ദേഹം ആ പേരങ്ങ് സ്വീകരിച്ചു. ഓസിഞ്ഞ മുത്തശ്ശി എന്ന പേര് നിക്നെയിമാണ്, അത് അദ്ദേഹം അങ്ങ് സ്വീകരിച്ചു. ഓസിഞ്ഞയുടെ കരിയർ ശരിക്കും ആരംഭിക്കുന്നത് കേപ്പ് വെർദയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബിലാണ്. എന്ന് പറഞ്ഞാൽ ആ ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സെമി പ്രൊഫഷണൽ കളിയാണ് നടക്കുന്നത്. ബാറ്റിക് എന്ന് പറയുന്ന ക്ലബ്ബിലൂടെ അദ്ദേഹം വളർന്നു വരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറൊക്കെ വരുന്ന അങ്കോളയിലേക്ക് അദ്ദേഹം പോകുമ്പോഴാണ്. പ്രോഗ്രസോ എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് മാറുന്നത്. 2012 സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലും മറ്റുമൊന്നും ഇപ്പോൾ ലഭിക്കുന്ന രൂപത്തിലുള്ള ഫുട്ബോൾ കോച്ചിങ് ഒന്നും ലഭിച്ചിട്ടില്ല. ഗോൾ കീപ്പിംഗ് ടെക്നിക്സ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ വിൽ പവർ കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് അങ്ങ് നിൽക്കും, കളിക്കും. അതാണ് സംഭവിച്ചത്. 2012 ഞാൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങി, അങ്കോളയിലേക്ക് പോയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രോഗ്രസോക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ 5 തവണ ലോക ചാമ്പ്യനായ ബ്രസീലിയൻ ടീമിൻ്റെ സൂപ്പർ താരമായിരുന്ന റിവാൾഡോക്കെതിരെയാണ്. വാവ്! അന്ന് റിവാൾഡോ കബുസ്ക്രോപ്പ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയമാണ്. പ്രായമൊക്കെ കടന്നുപോയിട്ട് അദ്ദേഹം കളി നിർത്തിയ ഒരു സമയമാണെന്ന് പറയണം. അന്ന് ആ സമയത്ത് അദ്ദേഹം ചെറിയ ക്ലബ്ബുകൾക്ക് കളിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഒരു ഫ്രണ്ട്ലി മത്സരം വരുന്നത്. അന്ന് അദ്ദേഹം ഒരു പ്രീ സീസണാണ്. 2012 2014 ഒക്കെ ഇതുപോലെ പ്രീ സീസണിന് വേണ്ടിയിട്ട് പല തവണ ബ്രസീലിലേക്ക് പോയിട്ടുണ്ട്. ക്രുസൈറോക്കെതിരെയും അത്ലറ്റിക്കോ MGക്കൊക്കെതിരെ അദ്ദേഹം ഫ്രണ്ട്ലി മത്സരവും കളിച്ചിട്ടുമുണ്ട്. അപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ലീപ്പ്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആഫ്രിക്ക വിട്ടിട്ട് യൂറോപ്പിലേക്ക് പോവുകയായിരുന്നു. അവിടെ അദ്ദേഹം സിംബ്രുവിന് വേണ്ടി കളിക്കുകയുണ്ടായി. അത് മോൾഡോവയിലെ ക്ലബ്ബാണ്. പിന്നെ ഗിൽവിഷൻ്റെ പോർച്ചുഗലിലെ ക്ലബ്ബാണ്. അതിനുശേഷം AEL ലിമാസോൾ, സൈപ്രസിലെ ക്ലബ്ബായിട്ടുള്ള AEL ലിമാസോളിൽ പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ യഥാർത്ഥത്തിൽ വലുതാക്കി കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹം 5 വർഷം അദ്ദേഹം സൈപ്രസ് ലീഗിൽ കളിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം AS ട്രെസിൻ എന്ന് പറയുന്ന സ്ലോവാക്കിയയിലെ ക്ലബ്ബിലേക്ക് പോയി. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അദ്ദേഹം പോർച്ചുഗലിലാണ് കളിക്കുന്നത്. പോർച്ചുഗലിലെ 2nd ഡിവിഷൻ ക്ലബ്ബിൽ ഷാവേസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ 2nd ഡിവിഷൻ ക്ലബ്ബിൽ കളിക്കുന്ന അവരുടെ ഗോൾ കീപ്പറായ 40-കാരൻ ഗോൾ കീപ്പറാണ് ഈ രൂപത്തിലുള്ളൊരു പെർഫോമൻസ് സ്പെയിനെതിരെ പുറത്തെടുത്തുന്ന കാര്യം കൂടി നോക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിയെത്തി രാജ്യത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. ഇപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് ഞാനുള്ളത്. പക്ഷേ എൻ്റെ ഈ നേട്ടങ്ങൾ കാണാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇല്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഓസിഞ്ഞയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടുത്ത ബ്രസീലിയൻ ആരാധകനാണ്. എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ സോപ്പോപ്പേറകൾ, അതുപോലെ ബ്രസീലിയൻ മ്യൂസിക്കുകൾ, ബ്രസീലിയൻ സീരിയലുകൾ ഒക്കെ അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അത് അദ്ദേഹം നിരന്തരമായിട്ട് കാണാറുണ്ട്. ബ്രസീലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഗ്രാൻഡ് മദർ ഒരു റോബർട്ടോ കാർലോസ് ഫാനായിരുന്നു, എൻ്റെ പിതാവ് ഒരു ബ്രസീലിയൻ ഫാനായിരുന്നു. അതുകൂടാതെ തന്നെ എനിക്ക് വലിയ രൂപത്തിൽ റൊജേറോ സെനിയെ ഇഷ്ടമാണ്. എൻ്റെ ഐഡോളായിട്ട് ഞാൻ കാണുന്നയാളാണ് റൊജേറോ സെനി. ആര്? ബ്രസീലിയൻ ഇതിഹാസം റൊജേറോ സെനി എന്ന ഗോൾ കീപ്പറെ, ഗോൾ അടിച്ചു കൂട്ടിയ റൊജേറോ സെനി എന്ന ഗോൾ കീപ്പറെ നിങ്ങൾക്ക് അറിയാമല്ലോ. വീണ്ടും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇനി ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് പിന്നെ ഒരിക്കൽ ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഐ റിയലി ലൈക്ക് റൊജേറോ സെനി. കാരണം അദ്ദേഹമാണ് ഗോൾ കീപ്പിങ്ങിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയതും ഫ്രീ കിക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുകയും ചെയ്തു. പെനാൽറ്റിയും ഫ്രീ കിക്കും ഒക്കെ അടിച്ചിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഗോൾ കീപ്പറാണ്. പിന്നെ റൊണാൾഡോ ഫെനോമിനോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരനാണ് റൊണാൾഡോ നസാരിയോ, റൊണാൾഡോ ഫെനോമിനോ, അതുപോലെ റൊണാൾഡീഞ്ഞോ. അവരൊക്കെ എൻ്റെ ഗ്രേറ്റ് ഐഡൽസായിട്ട് ഞാൻ കാണുന്ന ആളുകളാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഓസിഞ്ഞയ്ക്ക് വലിയ ബ്രസീലിയൻ കണക്ഷൻ ഉണ്ട് എന്നർത്ഥം. എന്തായാലും ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ മഹാരഥന്മാരെ ഇഷ്ടപ്പെടുന്ന, കളിക്കളത്തിൽ അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ, അങ്ങനെ ഒരു പോരാട്ടത്തിൽ ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ച് എല്ലാവരും പറഞ്ഞൊരു ടീമിനെ തൻ്റെ കൈക്കരുത്തുകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലേ ഹീറോയിസം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സിൽ എത്താം.